ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. എങ്ങടാന്നല്ലേ, അപ്പോൾ ഞങ്ങളുടെ കാവലിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് പേരും ഞങ്ങൾ നോമ്പുതുറ, അതായത് ഇപ്രാവശ്യം സാധാരണ ഞങ്ങൾ മലപ്പുറം വെച്ചിട്ടാണ് കൂടാറ്. ഇപ്രാവശ്യം ബീച്ചിൽ പോയി ആ ഒരു വൈബ് ആസ്വദിച്ച് നോമ്പ് തുറക്കാമെന്ന് പറഞ്ഞ് പ്ലാൻ ഇട്ടതായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ലിസ്റ്റിൽ 2 ബ്ലോക്കേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രതീക്ഷിക്കാണ്ട് 4 ഭാഗത്ത് ഞങ്ങൾ ബ്ലോക്കായി, ഒരുപാട് ടൈം ലേറ്റായിട്ടും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബാങ്ക് കൊടുത്ത സമയത്ത് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വഴിയിൽ നിന്ന് നോമ്പറക്കേണ്ടി വന്നു കേട്ടോ. അപ്പോഴാണ് ആ പാട്ട്. യഹയൂ സമാവാത്തും ബുറാക്കിലരീം യഹറ്റം സാറഫോടെ റസൂലും പാരീ. അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് അപ്പുറത്തുള്ളൊരു ചേച്ചി വന്നിട്ട് വെള്ളം വേണം, എന്തെങ്കിലും ചെയ്തു തരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതാണ് നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. മറ്റുള്ള നാട്ടിലൊന്നും പോയാൽ നമ്മൾ ഒരാളും മൈൻഡ് ചെയ്യൂല. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ട് ബീച്ചിലേക്ക് തന്നെ. ഇനി ഇരുട്ടായാലും വേണ്ടില്ല, ബീച്ചിൽ പോയിട്ടുള്ളൂ, ബാക്കി കാര്യം എന്നുള്ള വാശിക്കായിരുന്നു. കൂട്ടത്തിൽ എല്ലാവർക്കും ഒരു പിരി ലൂസുള്ള ആൾക്കാരായതുകൊണ്ട് എല്ലാം ഒരേ മൈൻഡ് സെറ്റാണ് കേട്ടോ. അങ്ങനെ പോയി എല്ലാവരും മന്തിയൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചത് കഴിഞ്ഞതാണ് അനീസ്ക ഓംലൈറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു. അവിടെ ആ കച്ചവടം ചെയ്യണത് ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ള മൈൻഡിൽ അനീസ്ക ഈ ഒരു പണിക്ക് നിന്നത് കേട്ടോ. അപ്പോൾ മൂപ്പരെ വൈഫ് ഇതാ ഓംലൈറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെയാണ് മൂപ്പർക്ക് മനസ്സിലായത് ഇത് നേരം വെളുക്കും, ഇതിപ്പോൾ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത്. പിന്നെ ഇതാ മെഹന്തി, അവിടെ ചെറിയൊരു പെൺകുട്ടി ഇങ്ങനെ മെഹന്തി കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നിസു ഒരു 4 മെഹന്തി വാങ്ങിച്ചെന്ന്. പിന്നെ എല്ലാവരും ഇതാ ബീച്ചിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്തു. അപ്പോൾ എനിക്ക് ആടുകളുടെ സ്വഭാവം ആയതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങില്ല കേട്ടോ. അപ്പോൾ ഈ വർഷം 28ാമത്തെ നോമ്പിന് ഇങ്ങനൊരു അനുഭവമായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേറെ ഉഷാറാക്കാം. അപ്പോൾ അതിലടക്കത് ഈ ഒരു കപ്പിൽ കിട്ടുന്ന ഐസ് ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പം ജുമയിലാത്ത് എനിക്കൊരു ഐസൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു.